ഉണ്ടെങ്കിൽ നന്നായി പെരുമാറിയിട്ട് വേണം വാരിക്കെട്ടി പുറത്തോട്ട് കൊണ്ടുവരാൻ. ശരി സാർ. അവിടെ ഇടിക്കുന്നിടി എനിക്കിവിടെ കേൾക്കണം സാർ. സാറേ, അവരിവിടെ ഇല്ല. സത്യം ഞങ്ങൾ പറയുന്നേ. കിളവ എന്റെ കൈപ്പാങ്ങന്ന് മാറിയിരുന്നോണം. കൈവലിച്ചൊന്ന് തന്നോണ്ടല്ലോ, പിന്നെ എണീറ്റ് കിടക്കില്ല. ഇതുപോലെ ഇരിക്കത്തേ ഉള്ളൂ. അങ്ങനെ ഓടിച്ചാടി നടക്കുന്ന മോഹമൊക്കെ കുറെ നാൾ മുമ്പേ അവസാനിപ്പിച്ചതാ സാറേ. ഇനിയിപ്പോ ഇച്ചിരി ഇരുന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇരുത്താൻ പറ്റുമെന്നേ. സാറ് ശരിക്കും നോക്കിയേ. മകന്റെ കയ്യിലിരിപ്പ് കാരണം അപ്പനെ തല്ലിച്ചൊന്ന് വാർത്ത പത്രത്തിൽ വരണമെങ്കിൽ ഇയാളോട് വാടച്ച് മിണ്ടായിരിക്കാൻ പറഞ്ഞോണം. സാർ, ഇവിടെ ഇല്ല സാർ. അവിടെ ഇല്ല സാർ. കാക്കിയിട്ടവരുടെ മേൽ കൈപൊക്കിയ അവന്റെ കൈയിടിച്ച് ഞങ്ങൾ പരത്തും. അതിന് തന്നെയാണോ ഇങ്ങോട്ട് വന്നതും. പുന്നാര മോനോട് പറഞ്ഞേക്ക് സ്റ്റേഷനിൽ വന്ന് മാപ്പിരുന്നോളാൻ. ഇല്ലെങ്കിൽ വായിന്ന് വീഴുന്ന കട്ടച്ചോരയില് അവന്റെ ചങ്കും കേരളും എല്ലാം ഞാൻ തുപ്പിക്കും. പറഞ്ഞേക്ക് അവനോട്. തുപ്പിക്കും. അവനെ കൊണ്ട് അവന്റെ അകത്ത് കിടക്കുന്ന എല്ലാം. ഒരു സത്യവാമൻ. വാടോ വാടോ. ഇയാൾ ഞങ്ങൾക്ക് ഒരിക്കലും സ്വസ്ഥത തരില്ലല്ലോ. ഇതെന്തൊരവസ്ഥയാ വിഷ്ണുവേട്ടൻ നമ്മുടേത്. നമ്മളിങ്ങനെ ഓടിച്ചിട്ടും ദൈവത്തിന് മതിയാവുന്നില്ല. താനിത്ര പെട്ടെന്നെത്തുന്നു കരുതിയില്ല. വിഷ്ണുവേട്ട, ഭക്ഷണമൊക്കെ അതിന് നന്ദി പറയേണ്ട സുബേർക്കാടാ. കൃത്യസമയത്തല്ല എത്തണ്ട്. ഒരു കുഴപ്പമില്ല. നമുക്കിങ്ങനെ എന്നും ഒളിച്ചിരുന്ന പോരല്ലോ. സത്യം പുറത്തു കൊണ്ടുവന്ന് നമ്മുടെ നിരപരാധിത്വം തെളിയിക്കണ്ടേ. പോലീസ് ഒരിക്കലും വിഷ്ണുവേട്ടൻ നിരപരാധിയായി തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കില്ല. പ്രത്യേകിച്ച് ചന്ദ്രബോസിന്റെ പോലീസ്. അറിയാടോ, അവനെനിക്ക് കെണിയൊരുക്കി ലോകം മുഴുവൻ ഓടി നടക്കുക. ഇനി പുറത്തു വരാത്ത വിധം അവൻ എന്നെ പൂട്ടുകയും ചെയ്യും. ലോറിയിൽ ആരാ നിങ്ങൾ അറിയാതെ സ്പിരിറ്റ് വെച്ചെന്ന് കണ്ടുപിടിക്കാതെ ഈ കേസിൽ നിന്ന് ഒഴിയാനാവില്ല. പോലീസ് എന്തായാലും കണ്ടുപിടിക്കില്ല. പിന്നെയുള്ള ഏക വഴി നമ്മൾ പോലീസ് ആവുക എന്നുള്ളത് മാത്രം. താനെന്താ പറഞ്ഞു വരുന്നു? അന്നേ ദിവസം ഫ്രൂട്ട്സും കയറ്റി നിങ്ങൾ എവിടെ നിന്നാണോ യാത്ര തിരിച്ചത് അവിടെ നിന്നും ഒരു പുതിയ യാത്ര നമുക്ക് ആരംഭിക്കണം. ഫ്രൂട്ട്സ് വെച്ച ലോറി വേണ്ട. പകരം മറ്റൊരു വാഹനത്തിൽ നമ്മൾ അവിടുന്ന് യാത്ര തുടങ്ങണം. എവിടെയൊക്കെ നിർത്തി എവിടെയൊക്കെ സമയം ചെലവഴിച്ചു എന്നിങ്ങനെ കൃത്യമായി അളന്നു കുറിച്ചുള്ളൊരു യാത്ര. എന്റെ മനസ്സ് പറയുന്നു ആ ഒരു യാത്രയിൽ നമുക്ക് കണ്ടെത്താനാവും സ്പിരിറ്റ് വണ്ടിയിൽ കയറിയ വഴി. എങ്കിൽ പിന്നെ കമലം കൂടി ഇറങ്ങണം. എവിടെയൊക്കെ നിർത്തിയെന്നും ആരോടൊക്കെ സംസാരിച്ചെന്നും കൃത്യമായിട്ട് അറിയുന്ന അവന് മാത്രമാണ്. കമലിനെ ഇറക്കാനുള്ള വഴി കണ്ടിട്ടുണ്ട്. മിക്കവാറും ഇന്ന് തന്നെ ഇറങ്ങും. നമ്മൾ 3 പേരും കൂടി ഒരിക്കൽ കൂടി ആ റൂട്ടിലൂടെ ഒന്ന് സഞ്ചരിക്കണം. സംശയം തോന്നുന്ന സ്ഥലങ്ങളിലെല്ലാം നിർത്താം. പോരുന്ന വഴികളിലൊക്കെയുള്ള CCTV ഫൂട്ടേജും പരിശോധിക്കാം. എന്റെ മനസ്സ് പറയുന്നു ആ വഴികളിൽ എവിടെയോ വിഷ്ണുവേട്ടനെ കുടുക്കിയ ആ ചതി ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മുടെ ഈ യാത്രയിൽ ഈശ്വരൻ നമുക്കത് കാണിച്ചു തരും. എനിക്കിപ്പോ സങ്കടമൊന്നുമില്ല ശാലിനി.
യഥാർത്ഥ സത്യം അത് പോലീസല്ല കണ്ടുപിടിക്കേണ്ടത്, നമ്മളാ. നമ്മൾ നിരപരാധിയാണെന്ന് നമ്മൾ തന്നെ തെളിയിക്കേണ്ടിയിരിക്കുന്നു. അത് നമ്മൾ തെളിയിച്ചിരിക്കും, എന്ത് വില കൊടുത്തും. പത്മിനി വിഷ്ണു, ഞാൻ അവളെ നിന്റെ കൂടെ കൂടണമെന്ന് പറഞ്ഞു തന്നെ ദ്രോഹിക്കാൻ തന്നെയാഴേ. എന്തൊരു ഇരിപ്പാ മോളെ ഇരിക്കുന്നേ. ആ കുട്ടികൾ എഴുതുന്നത് ശരിയാണോന്നെങ്കിലും നോക്കിക്കൂടെ? മോളെ, എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നീ വെറുതെ എന്ത് പരിഹാരം അമ്മേ? മുന്നോട്ടുള്ള ജീവിതം എന്താണെന്ന് എങ്ങനെയാണെന്ന് ഓർത്തിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല എനിക്ക്. നീ തിരിച്ച് രോഹിത്തിന്റെ അടുത്തേക്ക് തന്നെ പോണോന്നേ ഞാൻ പറയുള്ളൂ. കാരണം നീ ജീവിക്കേണ്ടത് അവന്റെ കൂടെ തന്നെയല്ലേ. അമ്മ അവിടുത്തെ എന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കാത്തോണ്ട് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ. എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. രോഹിത് എന്നെ മോളെ അംഗീകരിക്കുന്നില്ല. പിന്നെ എങ്ങനെയാ ഞാൻ അവിടെ നിൽക്കുന്നേ? പപ്പി മോളെയാണെ രോഹിത് ഒട്ടും ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ 3 പെൺകുട്ടികളെയും നിങ്ങളുടെ അച്ഛൻ ശ്രദ്ധിച്ചിട്ടാണോ നിങ്ങൾ വളർന്നത്? അതൊക്കെ കുറച്ചു കഴിയുമ്പോ താനെ മാറിക്കോളും. കാലത്തിന് മായ്ക്കാൻ പറ്റാത്ത മുറിവുകളൊന്നുമില്ല. എല്ലാം മറക്കാനും പൊറുക്കാനുമാണ് ജീവിതം. അത് നമ്മുടെ കൈപ്പാങ്ങിൽ ഒതുങ്ങി കിട്ടാൻ വലിയ പാടാ. പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയും പവിത്രമായ മറ്റൊരു ബന്ധം ഭൂമിയിൽ വേറെ ഇല്ലെന്ന് തന്നെ പറയാം. ജീവിതത്തെ ഒരുപാട് മനസ്സിലാക്കിയ ആളെന്ന നിലയിൽ ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. നീ രോഹിത്തിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോ മോളെ. നിന്റെ ഭാവിക്ക് വേണ്ടിയായി അമ്മ പറയുന്നത്. ഒരു വലിയ ജയില്, അതാണ് അമ്മ കാണുന്ന എന്റെ ഭാവിയല്ലേ? ശരി, ഞാൻ പോയിക്കോളാം. അമ്മയ്ക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല. എടി, അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? നിങ്ങളെ വളർത്തി ഇത്രത്തോളം ആക്കാൻ സാധിച്ചെങ്കിൽ ഇനി അങ്ങോട്ട് എന്റെ കണ്ണടയുന്നത് വരെ നിങ്ങളെ നോക്കാനുള്ള പ്രാപ്തി ഈ അമ്മ എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുക്കും. അതിനുള്ള തന്റെ ഇടം എനിക്കുണ്ട്. പക്ഷെ നീ ഇപ്പൊ ഇവിടുന്ന് പോയില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ചിലപ്പോ നിനക്ക് ഇവിടെ നിൽക്കേണ്ട അവസ്ഥ വന്നേക്കാം. ശരി അമ്മ, അമ്മയുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അതങ്ങനെ തന്നെ നടക്കട്ടെ. മോളെ പപ്പി, വാ വാ, എഴുന്നേക്ക്. നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. അതിന് നീ ഇപ്പൊ മോളെന്തിനാ അങ്ങോട്ട് കൊണ്ടുപോകുന്നേ? അവക്ക് പനിയുള്ളതല്ലേ. സുഖാവട്ടെ, എന്നിട്ട് ഞങ്ങൾ അവിടെ കൊണ്ടുവന്നാക്കാം. അത് വേണ്ടമ്മേ. ഞാനിവിടുന്ന് ഇറങ്ങുവാണെങ്കിൽ എൻ്റെ ഒപ്പം എൻ്റെ മോളും ഉണ്ടാവും. ശാരദാമ്മേ, അപ്പൊ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോവാണോ? മോളെ, അത് വാ മോളെ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. ഇനി നമ്മൾ കാരണം ഒരു സ്വസ്ഥതക്കേട് ഇവിടെ ഉണ്ടാവണ്ട. മോളെ, ഞാൻ അങ്ങനെയാണോടി പറഞ്ഞത്? നീ എന്താ കാര്യങ്ങൾ പറയുന്ന അർത്ഥത്തിൽ എടുക്കാത്തത്? ഏതർത്ഥത്തിൽ എടുത്താലും ഒടുവിൽ ഞങ്ങൾക്ക് കിട്ടുന്നതേ എല്ലായിടത്തും ഈ പടിയിറക്കം തന്നെ. ഞങ്ങളുടെ ഒരു തലവിധി, അല്ലാതെ എന്ത് പറയാനാ? മോളെ, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. അമ്മ ഇനി ഒന്നും പറയണ്ട, ഞങ്ങൾ ഇറങ്ങുവാ. വാ ഇങ്ങോട്ട്. ശ്യാമേ, ശ്യാമേ നിക്ക, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ശ്യാമേ, ഞാൻ പറയട്ടെ, നീ ഒന്ന് കേക്ക്. അവരതിനകത്തുണ്ട്, ഓടിപ്പോവാൻ നോക്കണം. വീടിന്റെ പിന്നിലേക്ക് 2 പോലീസുകാർ പോട്ടെ. കിട്ടിയാൽ അടിച്ച് എല്ലാം അടിച്ചിട്ട് വേണം എടുത്ത് ജീപ്പിലേക്ക് ഇടാൻ. ചെന്ന് നോക്കണം. നിങ്ങൾ അവിടെ നോക്കാം, നിങ്ങൾ അവിടെ നോക്കാം. പാടും. സാറേ, എന്താ ഇതൊക്കെ? ഓ, കാര്യം മനസ്സിലായില്ലല്ലേ?
വിഷ്ണുവിനെ അകത്ത് ഏത് മൂലയിലെ ഒളിപ്പിച്ചു വെച്ചേക്കെന്ന് പറഞ്ഞാ ഞങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമാവും. ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നോ? ഇവിടെയോ? അതും വിഷ്ണുവിനെ? ഇവിടെ വിഷ്ണു ഒന്നും ഇല്ല സാറേ. അത് പിന്നെ മരുമോന് ഒറ്റ കൊടുക്കാൻ ഏതമ്മായിമാരാ തയ്യാറാകുന്നേ? അതും വിഷ്ണുവിനെ പോലെ സ്നേഹനിധിയായ മരുമോനാകുമ്പോ അത് ഒട്ടും പറ്റിയല്ല. സാറേ, ഇവിടെ വിഷ്ണു ഇല്ല. സാറേ, ഇവിടെ വിഷ്ണു ഇല്ല സാറേ. എല്ലാ മുറികളും പരിശോധിക്കണം. എല്ലാ മുറികളുടെ തട്ടമ്പുറവും പരിശോധിക്കണം. ശരി സാർ. ഏത് മാളത്തിലും ഒളിച്ചിരിക്കുന്ന മിടുക്കനാ. കുന്തം പോയ കുടത്തിലും തപ്പണമെന്നാണല്ലോ. എടോ, അവന്റെ സ്വഭാവം വെച്ചിട്ടേ വലിയ കുട്ടത്തിനകത്തും കുടത്തിനകത്തും ഒക്കെ തപ്പി നോക്കിയോ? ഓക്കെ സാർ. സാറേ, ഇത് വലിയ കഷ്ടമാണ്. എന്ത് ചെയ്യാനാ ശാരദാമേ? ഞങ്ങൾക്ക് നിങ്ങളുടെ ഡ്യൂട്ടി ആയിരിക്കാൻ പറ്റുമോ? വിഷ്ണു തൂണിലും തുരുമ്പിലും കാണുമെന്നല്ലേ പറയുന്നേ? സാറേ, നിങ്ങൾ വിഷ്ണുവിനെ നോക്കി വന്നാണോ അതോ എന്റെ കട തല്ലി പൊളിക്കാൻ വന്നാണോ? ശാരദാമേ, അവനെ കിട്ടുന്നിടം വരെ അവന്റെ ബന്ധുക്കൾക്കും നിങ്ങൾക്കൊക്കെ ഞങ്ങളൊരു നല്ല തലവേദന തന്നെ ആയിരിക്കും. മാക്സിമം എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യും. മാക്സിമം എല്ലാം വാരി വലിച്ച് പുറത്തേക്കിട്ട് നോക്കണോ? കുറ്റം ചെയ്തതിനേക്കാൾ തെറ്റാ കുറ്റവാളികൾ ഒളിപ്പിച്ചു വെക്കുന്നത്. അവര് ACP ചന്ദ്രബോസ്, നിങ്ങൾ എന്തൊക്കെയാ അവിടെ കാണിച്ചു കൂട്ടുന്നേ? മാഡം, സ്പിരിറ്റ് കേസിലെ പ്രതി വിഷ്ണു ഇതിനകത്താ ഒളിച്ചിരിക്കുന്നതെന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടി. അതോടെ സെർച്ച് ചെയ്യുക. സെർച്ചിങ് എന്നാണോ ഇതിന് പറയുന്നേ? പോലീസുകാരല്ലേ മാഡം, എത്ര പറഞ്ഞാലും കേൾക്കില്ല. വിഷ്ണു എപ്പം പിടിയിലാകുന്നു അതുവരെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. നിർത്താനാ പറഞ്ഞത്. ഇത് അതിക്രമമാണ്. എന്തും കാണിക്കാന്നുള്ള ധാർഷ്ട്യം. സെർച്ചിങ്ങിന്റെ കാര്യവും പറഞ്ഞ് കട തല്ലിപ്പൊളിക്കാനുള്ള അധികാരം നിങ്ങൾക്ക് ആരാ തന്നത്? മാഡം, മേഡം ഇപ്പോ നിർബന്ധിത ലീവില. അതായത് അധികാര കസേരയിലല്ല മേഡം ഇപ്പൊ ഇരിക്കുന്നെന്ന് പറഞ്ഞു വരുവായിരുന്നേ. വാക്കുകളൊക്കെ ഒന്ന് സൂക്ഷിച്ചുപയോഗിക്കേണ്ടി വരും, പ്രത്യേകിച്ച് നക്ഷത്രചിഹ്നം കൂടുതലുള്ള പോലീസുകാരനോടെ. തെറ്റ് കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കാൻ കളക്ടറുടെ അധികാര കസേരയൊന്നും വേണ്ട മിസ്റ്റർ ACP. ലോകത്തേതൊരു പെൺകുട്ടിക്കും ഏതൊരു സ്ത്രീക്കും അവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ആക്രമിക്കപ്പെട്ട അത് ചോദ്യം ചെയ്യാനും അത് തടയാനുള്ള അവകാശമുണ്ട്. അതിന് യൂണിഫോമിലെ നക്ഷത്രചിഹ്നമൊന്നും നോക്കേണ്ട കാര്യമില്ല. പറയുന്ന ഒരാൾക്ക് അല്പം കോമൺ സെൻസ് ഉണ്ടായാൽ മാത്രം മതി. ഇത് ഇന്ത്യയിലെ ഏതൊരു പൗരനും അവകാശപ്പെട്ട നിയമോ, സെക്ഷൻ 103. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് കമ്മീഷണർ ചന്ദ്രബോസിന്? പറയാനില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ പ്രഹസനം ഒഴിവാക്കി ഇവിടെ നിന്ന് ഒഴിഞ്ഞു തരണം. അതാ നിങ്ങൾക്ക് നല്ലത്. മാഡം, ഈ സ്പിരിറ്റ് കേസ് ഉണ്ടല്ലോ, അത് കെട്ടിച്ചമച്ചതാണെന്നും ലോറിയിൽ നിന്ന് പിടിച്ചത് ബാർലരി വെള്ളമാണെന്നും ഭർത്താവ് വിഷ്ണു ഈ നിരപരാധിയാണെന്നും വാദിക്കാനുള്ള പുറപ്പാടാണോ? എന്റെ ഭർത്താവല്ല ഇതൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് എല്ലാവരെക്കാളും കൂടുതൽ നന്നായി ACPക്കല്ലേ അറിയാവുന്നേ. അത് ശരി, വാദിയെ പ്രതിയാക്കണോ? ചിലപ്പോ അങ്ങനെ ആകും മിസ്റ്റർ ACP. സാഹചര്യം ഒത്തു വന്ന ചിലരുടെ സാന്നിധ്യം മനസ്സിലാക്കി തന്ന ഏത് വാദിയും പ്രതിയാവും. പിന്നെ എന്റെ ഭർത്താവല്ല ഇത് ചെയ്തിരിക്കുന്നെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്ന ഒരാളെ കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കമല,
ഇവനെ ഇവളിപ്പോ പുറത്തിറക്കി. ചന്ദ്രബോസെ, എന്റെ വിഷ്ണുവേട്ടനല്ല ഇത് ചെയ്തെന്ന് ഞാൻ തെളിയിക്കും. ഈ കമലനെ വെച്ച് ഞാൻ തെളിയിക്കും. തെളിയിച്ചോ? പക്ഷേ അതുവരെ പന്ത് ചന്ദ്രബോസിന്റെ കോട്ടില. ഏതൊക്കെ രീതി പന്തോട്ട് മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്നാ പിന്നെ മതിയാക്കണോ? ഇന്നത്തേക്ക് ഇത്രയും മതി. ഇനി നമുക്ക് നാളെ വരാം. എപ്പോഴാ അവരിവിടെ പ്രത്യക്ഷപ്പെടുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇത് നമുക്കങ്ങ് ദിനേരിയാക്കാണോ? ഇങ്ങതാണോ സാർ? മാഡം, ആഭരണവും കൊണ്ടാ ഞാൻ വന്നതേ. പക്ഷേ അത് അണിയിക്കാനുള്ള കൈ എനിക്ക് കിട്ടിയില്ല. എന്ന് വെച്ച് ഞാൻ നിരാശനാകുന്നില്ല. പോകുന്നതിനേക്കാൾ ശക്തിയോടെ ഞാൻ തിരിച്ചു വരും. അപ്പോഴും എന്റെ കയ്യിൽ ഈ വിലങ്ങുണ്ടാവും. ആ വിലങ്ങ് വീഴേണ്ട കൈകളിൽ തന്നെ സുരക്ഷിതമായി ഇരിക്കട്ടെ ചന്ദ്രബോസ. സൂക്ഷിച്ചുകൊണ്ട് നടന്നു. ആ സമയത്ത് അറസ്റ്റ് ചെയ്യാൻ വരുന്ന ഉദ്യോഗസ്ഥനെ തിരക്കി പിടിച്ച് നടക്കണ്ടേ? നമുക്ക് കാണാം. കാണാം. ആണോ? വാ. ആ, അതൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. ആ, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. വാ. എന്താടി, അടുത്ത താമസം മതിയായോ? അതോ അവരവിടെ നിന്ന് ഇറക്കി വിട്ടോ? എന്താ, ഈ ഓട്ടോയിൽ വന്ന പോലെ തന്നെ ഞാൻ തിരിച്ചു പോണോ? ആ, നീ ഇവിടേക്ക് വരണമെന്നേ എനിക്കില്ല. അപ്പൊ പിന്നെ പോയാലെന്ത് വന്നാലെന്ത്? മോള് വാ. ആ, എവിടെ കയറി പോകുന്നു? ഇതെന്താ സത്രോ? നിനക്ക് തോന്നുമ്പോ പോകാനും വരാനും. രോഹിത്തെ, ശ്യാമയെ തടയണ്ട. അവളകത്തേക്ക് കയറട്ടെ. വേണ്ട സുസ്മിതേ, ഇവളൊക്കെ ഇനി ഇവിടെ വേണ്ട. ഇവളുടെ അമ്മയുടെ കൂടെ തന്നെ ജീവിക്കട്ടെ. അതാവുമ്പോ ഇവൾക്ക് ഇവിടെ പുന്നാരെ കുഞ്ഞേച്ചിയെ കണ്ടോണ്ടിരിക്കാമല്ലോ അവിടെ. രോഹിത്, മൂക്ക് പനി കുറവില്ല. ഡോക്ടറെ ഒന്നുകൂടി കാണിക്കേണ്ടി വരും. അതെന്താടി, നിന്റെ കളക്ടറേറ്റിന്റെ വാഹനത്തിലെ കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റൂലേ? ഓ, അത് അവരുടെ ഔദ്യോഗിക വാഹനമാണല്ലോ. അത് ദുർവിനിയോഗം ചെയ്യാൻ പാടില്ലല്ലോ. ഓ, രോഹിത് ഇവിടെ പാവം എന്തിനും തയ്യാറായി നിൽക്കുകയാണല്ലോ. ചവിട്ടാനും മെതിക്കാനും തല്ലിക്കൊള്ളാനും എല്ലാത്തിനും. നീ ഒന്നോർത്തോ, ഈ കാണിക്കുന്ന അഹങ്കാരത്തിനല്ല നീ നിന്റെ വീട്ടുകാരും അനുഭവിക്കും. ഇവിടേക്ക് വന്നത് എന്റെ തെറ്റാ.
എന്റെ മോളുടെ 1-2 ഡ്രസ്സ് കൂടി എടുക്കാനുണ്ട്. അതെടുത്തിട്ട് ഞങ്ങൾ അങ്ങ് പോയി തന്നേക്കാം പോരെ? രോഹിത് ജീവിക്കുകയും മരിക്കുക എന്താന്ന് വെച്ചാൽ ചെയ്തോ. മോള് വാ. രോഹിത്തെ, അവൾ എങ്ങനെ പറഞ്ഞു വിടരുത്. അവിടെ പോണെങ്കിൽ പോട്ടെ സുസ്മിതേ, ശല്യമാണെന്നേ, തലയ്ക്ക് വെളിവ് തരില്ല. രോഹിത്തെ, അതല്ല